കാട്ടാക്കട CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 9:30ഓടെയാണ് സംഭവം. ഇരുചക്രവാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കാട്ടാക്കട പോലീസ് പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. അക്രമം നടത്തിയത് SDPI പ്രവർത്തകരാണെന്ന് CPM നേതൃത്വം ആരോപിച്ചു. പാർട്ടി ഓഫീസിലെത്തിയ അക്രമികൾ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും ഫർണിച്ചറുകളും കസേരകളും തല്ലിത്തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ 6ഓളം DYFI പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് കട്ടിക്കോട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. 6 മാസം മുമ്പ് കിളിയിൽ വെച്ച് DYFI പ്രവർത്തകനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഫുട്ബോൾ കളിക്കാനെത്തിയത് ശ്രദ്ധയിൽപ്പെട്ട DYFI പ്രവർത്തകർ ഇക്കാര്യം കാട്ടാക്കട പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ DYFI പ്രവർത്തകരെ ആക്രമിച്ചു. പോലീസെത്തിയവരെ ജീപ്പിൽ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ആശുപത്രിയോട് ചേർന്നുള്ള CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ P. കൃഷ്ണപിള്ള സ്മാരകത്തിലേക്ക് 4 സ്കൂട്ടറുകൾ ഓടിച്ചു കയറ്റുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ക്യാരംസ് കളിക്കുകയായിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നുവെന്ന് CPM നേതാക്കൾ അറിയിച്ചു. കാട്ടാക്കടയിൽ നിരവധിയായിട്ടുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് പാർട്ടി ഓഫീസിനകത്ത് വാഹനം ഇടിച്ചു കയറ്റി നിന്ന പ്രവർത്തകരെ ഉപദ്രവിച്ചതും അവരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അവരെ ആക്രമിച്ചത്. കഴുത്തിലും കയ്യിലുമെല്ലാം നല്ല പരിക്കുണ്ട്. അവർ മരണപ്രായപ്പെട്ട് ഓടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. 20ഓളം വരുന്ന ആളുകൾ, 5-6 ആളുകളാണ് ആക്ഷനിൽ പങ്കെടുത്തത്. സ്ഥിരം STPക്ക് വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതാണ്. അതിൽ ചില ആളുകൾ സംഘം ചേർന്ന് നിൽക്കുകയും പോലീസ് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തുകയും 3-4 ആളെ പിടിക്കുകയും ചെയ്തു. എന്നാൽ 20ഓളം ആളുകളാണ് പാർട്ടി ഓഫീസ് ആക്രമിച്ചത്. പവിത്രമായി കാണുന്നതാണ് പാർട്ടി ഓഫീസ്. ഇന്ന് വരെ ഒരു സംഘർഷത്തിൽ ഇതുവരെ ഈ പാർട്ടി ഓഫീസുകാരെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സെറ്റാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. ആ തീവ്രവാദ സ്വഭാവമുള്ള സെറ്റിനെ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുകയും പൊതുസമൂഹം ഈ സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പാർട്ടിക്ക് രേഖപ്പെടുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മേശയും അലമാരയും ക്യാരംസ് ബോർഡുകളും അക്രമികൾ തല്ലിത്തകർത്തു. തുടർന്ന് പാർട്ടി ഓഫീസിന് നേരെ അക്രമികൾ കല്ലെറിയുകയും ചെയ്തു. ടൈം ബി ന്യൂസ്, കാട്ടാക്കട.